കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട്സിൽ 5th മൊഡ്യൂളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐക്കാർട്ടിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാലൻസ് പോർഷനാണ്. ഡിമിങ് 14 പോയിൻറ്റ്സ് ഓൺ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. വില്ലിസം എഡ്വാർഡ് ഡിമെയിൻ എന്ന് പറയുന്ന വ്യക്തി ക്വാളിറ്റി മാനേജ്മെൻറ്റിലേക്ക് ഒരു 14 പോയിൻറ്റ്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കേഷനും അതുപോലെ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ പ്ലാൻ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ്, പ്രോസസ്സ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് എഡ്വാർഡ് ഡെമിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫിലോസഫിയിൽ പ്രധാനമായിട്ടും പറയുന്നത് കോപ്പറേഷനും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിനെ പറ്റിയാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ 14 പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ 14 പോയിൻറ്റ്സ് പഠിക്കുക എന്നുള്ളത്. കോർ കൺസെപ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കോർ കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഈ കൺസെപ്റ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഡെമിങ് പറയുന്നത്. അപ്പോൾ അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് കോൺസ്റ്റൻസി ഓഫ് പർപ്പസ് ഫോർ ഇംപ്രൂവിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വിത്ത് എയിം ഓഫ് ബിക്കമിങ് കോമ്പറ്റേറ്റീവ്, സ്റ്റേയിങ് ഇൻ ബിസിനസ് ആൻഡ് പ്രൊവൈഡിങ് ജോബ്സ്. അപ്പോൾ ആ ഒരു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു ബിസിനസ് എപ്പോഴും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക, അതുപോലെ തന്നെ ജോബുകൾ നൽകുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക എന്നിവ ലക്ഷ്യമിട്ട് പ്രൊഡക്റ്റിൻ്റെയും സർവീസസിനെയും ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എന്താണ്, എപ്പോഴും കോമ്പറ്റേറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോഡക്റ്റിൻ്റെയും സർവീസസിനെ ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് അഡോപ്ഷൻ ഓഫ് ന്യൂ ഫിലോസഫി. ഹി അഡ്രസ് വെസ്റ്റേൺ മാനേജ്മെൻറ്റ് മസ്റ്റ് അവർക്ക് ടു ദ ചലഞ്ച്, മസ്റ്റ് ലേൺ ദയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടേക്ക് ഓൺ ലീഡർഷിപ്പ് ഫോർ ചേഞ്ച്. അതായത് നമ്മൾ വെസ്റ്റേൺ മാനേജ്മെൻറ്റിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ കൂടി മനസ്സിലാക്കി കൊടുക്കണം, അവിടുത്തെ എംപ്ലോയീസിനെ കൂടി മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ഉത്തരവാദിത്വങ്ങൾ പഠിപ്പിക്കുകയും മാറ്റത്തിന് ആയിട്ടുള്ള ഒരു നേതൃത്വം ഏറ്റെടുക്കുകയും വേണം. അതാണ് രണ്ടാമത്തെ പോയിൻറ്റിനകത്ത് പറയുന്നത്. വെസ്റ്റേൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റിലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി അവർക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സേസ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഇൻസ്പെക്ഷൻ ബൈ ബിൽഡിംഗ് ക്വാളിറ്റി ഇൻ ടു ദ പ്രൊഡക്റ്റ് ഫ്രം ദി സ്റ്റാർട്ട്. അതായത് തുടക്കം മുതൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടുള്ള മാസ് ഇൻസ്പെക്ഷനൊക്കെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിന് തുടക്കം തൊട്ടേ ഒരു മാസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, എൻ ദ പ്രാക്ടീസ് ഓഫ് അവാർഡിംഗ് ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ടാഗ് അലോൺ ഇൻസ്റ്റെഡ് മിനിമൈസിങ് ടോട്ടൽ കോസ്റ്റ് ബൈ വർക്കിംഗ് വിത്ത് എ സിംഗിൾ സപ്ലയർ. അതായത് ഈ പ്രൈസ് ടാഗിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പ്രാക്ടീസ് ഒഴിവാക്കിയിട്ട് പകരം ഒരൊറ്റ സപ്ലയറുമായിട്ട് ജോലി ചെയ്യുന്നതിലൂടെ മൊത്തം ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇംപ്രൂവിങ് കോൺസ്റ്റൻ്റ്ലി ആൻഡ് ഫോർ അവർ എവറി പ്രോസസ് ഓഫ് ഫോർ പ്ലാനിങ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ്. അതായത് പ്ലാനിങ്ങും പ്രൊഡക്ഷനും സർവീസസുമെല്ലാം കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അതാണ് അഞ്ചാമത്തെ പോയിൻറ്റിനകത്ത് ഡെമിങ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഓൺ ദി ജോബ്. എന്താണ്, ഓരോ ജോബിനും അതിൻ്റേതായ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. അഡോപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ്, നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്തായിരിക്കണം പോകേണ്ടത്. നെക്സ്റ്റ്, ഡ്രൈവ് ഔട്ട് ഫിയർ സോ ദാറ്റ് എവറി വൺ മേ വർക്ക് എഫക്റ്റീവ്ലി ഫോർ ദ ബിസിനസ്. അതായത് കമ്പനിക്ക് വേണ്ടി എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ഭയങ്ങൾ, ഫിയർ എന്തായിരിക്കണം നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ പേടിയില്ലാതെ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.
നെക്സ്റ്റ് വൺ, ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ സ്റ്റാഫ് ഏരിയാസ്. അതായത് സ്റ്റാഫിനിടയിലുള്ള തടസ്സങ്ങൾ, എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എലിമിനേറ്റ് സ്ലോഗൻ എസ്കോർട്ടേഷൻസ് ആൻഡ് ടാർഗറ്റ് ഫോർ ദ വർക്ക് ഫോഴ്സ്. അതായത് വർക്ക് ഫോഴ്സിൻ്റെ ഇടയിലുള്ള മുദ്രാവാക്യങ്ങൾ, ഉദ്ബോധനങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ എന്ത് ചെയ്യണം, ഇല്ലാതാക്കാനാണ് പറയുന്നത്. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഒരു സ്ലോഗൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റിൻ്റെ ആവശ്യമോ ഇൻഡിവിജ്വലി ഇല്ല. ഓരോരുത്തർക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലായിരിക്കണം ഇൻവോൾവ്മെൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എലിമിനേറ്റ് ന്യൂമറിക്കൽ കോട്ടാസ് ഫോർ ദ വർക്ക് ഫോഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ഗോൾസ് ഫോർ ദി മാനേജ്മെൻറ്റ്. അതായത് ന്യൂമറിക്കലായിട്ടുള്ള വർക്ക് ഫോഴ്സിൻ്റെ കോട്ടാസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ഗോൾസുകളും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റിമൂവ് ബാരിയേഴ്സ് ദാറ്റ് റോബ് പീപ്പിൾ ഓഫ് പ്രൈഡ് ഓഫ് വർക്ക്ഷിപ്പ് ആൻഡ് എലിമിനേറ്റ് ദ ആനുവൽ റേറ്റിംഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം. അതായത് ജോലിയിൽ അഭിമാനമുള്ള വർക്കേഴ്സിനെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കണം. അതായത് ചില എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തികളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അവരെപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ടവരാണ്. അപ്പോൾ അവരെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടത്തരുത്. അതുപോലെ തന്നെ ആനുവൽ റേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ മെറിറ്റ് സിസ്റ്റം ഒക്കെ ഒഴിവാക്കണമെന്നാണ് ഈ 14 പോയിൻറ്റ്സിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈഗ്രസ് പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ എവരി വൺ. എല്ലാ പേഴ്സൺസിനും അതായത് അവരിൽ സ്വയം മെച്ചപ്പെടുത്താനുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രോഗ്രാംസുകളും സ്ഥാപിക്കണം. സെൽഫ് ട്രെയിനിങ് പ്രോഗ്രാംസും സെൽഫ് മോട്ടിവേഷൻ പ്രോഗ്രാംസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പുട്ട് എവരിബഡി ഇൻ ദ കമ്പനി ടു വർക്ക് അക്കംപ്ലിഷ് ദ ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു കമ്പനി ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ അല്ലെ ഒരു പരിവർത്തനത്തിന് വേണ്ടി എല്ലാവരെയും നിയോഗിക്കണം. അതായത് എല്ലാ എംപ്ലോയീസിനെയും എല്ലാ വർക്ക് ഫോഴ്സിനെയും ഓർഗനൈസേഷൻ്റെ ഒരു പരിവർത്തനത്തിനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാണ് 14 പോയിൻറ്റ്സിനകത്ത് പറയുന്നത്. ഇത് വേറെ രീതിയിലൊന്നുമില്ല, ഈ പോയിൻറ്റുകൾ തന്നെയാണ് എല്ലായിടവും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 14 പോയിൻറ്റ്സ് കാണാതെ പഠിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക, മീനിങ് മനസ്സിലാക്കി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റും. മാക്സിമം കാണാതെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പോർഷനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റെപ്സ് ഓൺ ഇംപ്ലിമെൻറ്റിങ് TQM ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പെട്ടെന്ന് നമുക്ക് TQM അല്ലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളുടെ ബേസിസിൽ മാത്രമേ നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ പറ്റൂ. ഫസ്റ്റ് വൺ, കമ്മിറ്റ്മെൻറ്റ് ടു ക്വാളിറ്റി. എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ മാനേജ്മെൻറ്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പറയുന്നത്. അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് നമ്മൾ പ്രിവെൻഷനൊക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ആദ്യം അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പറയുന്നത്. സെക്കൻഡ് വൺ, ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ടീം. അതായത് നമുക്കൊരു ടീം വേണം, എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ടീം വേണം. അപ്പം ഇറ്റ് മസ്റ്റ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഓർഗനൈസേഷൻ കംപ്രൈസിങ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫങ്ഷൻസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്ലെ എല്ലാ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ വീതം സെലക്ട് ചെയ്ത്, ഒന്നോ അതിലധികം റെപ്രസെൻറ്റേറ്റീവിനെ വീതം സെലക്ട് ചെയ്ത് ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടീം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് ക്വാളിറ്റി മെഷർമെൻ്റ് ആണ്. ക്വാളിറ്റി മെഷേഴ്സ് മസ്റ്റ് ബി റെക്കോർഡഡ് ഫോർ ഈച്ച് ഏരിയ ഓഫ് ആക്ടിവിറ്റി ഇൻ ഓർഡർ ടു ഷോ വെയർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ. അതായത് എവിടേക്കാണോ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് വരുത്താൻ കഴിയുന്നത് ആ ഓരോ ഏരിയയും നമ്മൾ കണ്ടെത്തുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി മെഷർമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇവാലുവേഷൻ.
ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നോട്ട് അബ്സല്യൂട്ട് പെർഫോമൻസ് മെഷർമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇറ്റ് ഓൺലി ഇൻഡിക്കേറ്റ് വെർ ദ കോസ്റ്റ് ഓഫ് കറക്ഷൻ ഓർ ഡിഫക്റ്റ് വിൽ റിസൾട്ട് ഈസ് ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി. ഇതുവഴി നമ്മൾ ഡിഫക്റ്റുകൾ കണ്ടെത്തുമ്പം അത് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ആയി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിഫക്റ്റുകളെയൊക്കെ മാക്സിമം കുറയ്ക്കാനാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ഓർഗനൈസേഷന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വാളിറ്റി അവെയർനെസ് ആണ്. അതായത് ഇത് എല്ലാവരെയും അവെയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് നല്ലൊരു അവെയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനും ഇങ്ങനെ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് കോസ്റ്റ് ഇൻകേർഡ് ചെയ്യുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻകേർഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ സ്റ്റെപ്പിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് കറക്റ്റീവ് ആക്ഷൻസ് ബ്രിങ് ടു ലൈറ്റ് ദോസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ നീഡഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ആൾസോ ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. നമ്മൾ കറക്റ്റായിട്ട് ഫൈനലി ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓരോ ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴും ആ ഡിഫക്റ്റിനെ മാറ്റാനും അതുപോലെ തന്നെ ആ ഡിഫക്റ്റ് ഇനിയും വരാതിരിക്കാനുമുള്ള പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എക്സ്റ്റാബ്ലിഷിങ് ആൻ അഡ് ഹോക് കമ്മിറ്റി ഫോർ ദ സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം. ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അതായത് സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാമാണെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് എന്താ ഒരു ഡേ ഒക്കെ ഒരു സീറോ ഡിഫക്റ്റ് ഡേ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ആക്കാൻ പറ്റും. It purpose to communicate and instill the notion that everyone should do the right from the very beginning. എല്ലാ വ്യക്തികൾക്കും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർവൈസർ ട്രെയിനിങ്. എന്താണ്? എല്ലാവർക്കും ഫോർമലി TQM എന്താണെന്നുള്ളൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണം. അല്ലാതെ ഒരു ഓർഗനൈസേഷനിലൊക്കെ പെട്ടെന്ന് തന്നെ പറയുകയാണ് നാളെ തൊട്ട് നമ്മൾ TQM ഫോളോ ചെയ്യുകയാണ്, അങ്ങനെയല്ല. ഫോർമലി എല്ലാവർക്കും അതിനുള്ള അവെയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സീറോ ഡിഫക്റ്റ് ഡേ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഓർഗനൈസേഷനിൽ ഒരു ദിവസം എന്തായിട്ട് മാറുകയാണ്? സീറോ ഡിഫക്റ്റ് ഡേ ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്ത് കൊടുക്കുക. അതുവഴി സീറോ ഡിഫക്റ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഒരു ന്യൂ ആറ്റിറ്റ്യൂഡാണ്, ഒരു ബിസിനസ്സിൻ്റെ ഒരു ന്യൂ ആറ്റിറ്റ്യൂഡാണ്. അവരുടെ ഒരു ഡേ എന്ന് പറയുന്നത് സീറോ ഡിഫക്റ്റ് ഡേ ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ ഗോൾ സെറ്റിംഗ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ എന്താണ് അവരുടെ സ്പെസിഫിക് ഗോൾ, അല്ലെങ്കിൽ എന്താണ് മെഷർ ചെയ്യേണ്ടത്, എന്താണ് ഒരു ഓർഗനൈസേഷൻ ആ പീരീഡിൽ അച്ചീവ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഗോൾ സെറ്റിങ്ങിനകത്ത് നോക്കുന്നത്. നെക്സ്റ്റ് എറേഴ്സ് ആൻഡ് കോസ് റിമൂവൽ ആണ്. അതായത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, അല്ലെ ആസ്ക് ചെയ്യുക, അല്ലെ ഡിസ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ ഓർ വൺ പേജ് പ്രോബ്ലംസ്, വൺ ഫോമോ എങ്ങനെയായ രീതിയിൽ അവരുമായിട്ട് എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് എററൊന്നും വരുത്തരുത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എറർ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് യൂഷ്വലി വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയെടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ റെക്കഗ്നേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പേരൊക്കെ ഇത് നന്നായിട്ട് ചെയ്യും, കുറച്ച് പേരൊക്കെ എന്താണ് മടി കാണിച്ചിരിക്കുകയോ അവരെന്ത് ഡിനേ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഈ നന്നായിട്ട് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്ക് പ്രൈസോ അവാർഡോ കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് റെക്കഗ്നേഷനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്വാളിറ്റി കൗൺസിലാണ്. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ഉണ്ടായിരിക്കണം. റെഗുലർലി അവർ മീറ്റ് ചെയ്യുകയും ഡെയിലി ഉണ്ടാകുന്ന അപ്ഗ്രഡേഷൻസ് ഇൻവോൾവ് ചെയ്യുക, അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അപ്ഗ്രഡേഷൻസൊക്കെ നേടിയെടുക്കുകയും അതൊക്കെ എന്താണ് ഒരു ക്വാളിറ്റി പ്രോഗ്രാമറിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൗൺസിലിനകത്ത് പറയുന്നത്. അവർ റെഗുലർലി മീറ്റ് ചെയ്യുകയും വേണം, അവരുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റും പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ഡൂയിങ് ഇറ്റ് ഓവർ എഗെയിൻ. അതായത് ഈ ഒരു പ്രോഗ്രാം ടിപ്പിക്കലി നിൽക്കുന്നത് 12 to 18 months വരെയാണ്. അത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയൊരെണ്ണത്തിന് ബിഗിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്, ബിഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാർട്ടിങ് ഓവറോ ഹെൽപ്പ് ക്വാളിറ്റിയോ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു രീതിയിലുള്ള ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് ഓർഗനൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നിർത്തിപ്പോകരുത്, നമ്മൾ
എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒന്നാണ് TQM എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ്. 14 സ്റ്റെപ്പുകളുണ്ട്. മാക്സിമം നിങ്ങൾ 14 സ്റ്റെപ്പും കാണാതെ പഠിക്കുക. അകത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാരിയേഴ്സ് ടു TQM ആണ്. TQMൻ്റെ 2 ബാരിയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സും പറഞ്ഞിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ പറയുന്നത് നമുക്ക് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ്, മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് TQM നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ പല ടൈമിലും അങ്ങനത്തുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഇല്ല. ലാക്ക് ഓഫ് സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നിന്നും സപ്പോർട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ആണ്. ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ട്രെയിനിങ് നീഡ്സ്, മാനേജ്മെൻറ്റ് സ്റ്റൈല്, അപ്രോച്ചസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സിനോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോ എംപ്ലോയീസിനോ ഉണ്ടാകുന്ന ബാരിയേഴ്സിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബാരിയേഴ്സ് എങ്ങനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഇമ്പ്രൂവിങ് ക്വാളിറ്റി കൊണ്ടുവരിക, സിസ്റ്റമാറ്റിക് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ 2 ബാരിയേഴ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 തരത്തിലുള്ള ബാരിയേഴ്സ് മാത്രമേ TQMന് ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ്, ദ 5 Fs എന്ന് പറയും. അതായത് 5 Fനകത്ത് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടത്തേണ്ടതെന്നാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. 5 Fകളാണ് പഠിക്കുന്നത്. ഫിറ്റ്നസ്, ഫുൾഫിൽമെൻറ്റ്, ഫാസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫെയർ. ഫിറ്റ്നസ് എന്താണെന്ന് പറഞ്ഞാൽ വെദർ ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഈസ് ടു ഫിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് നമ്മളുടെ ആ സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്നതാണോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്നതാണോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ഫുൾഫിൽമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് വിത്തിൻ ദ കമ്മിറ്റഡ് ടൈം. അതായത് അവരുടെ ആ ടൈമിനുള്ളിൽ നമുക്ക് അവരുടെ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്. കമ്മിറ്റഡ് ടൈം, ആ ടൈമിനുള്ളിൽ നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന്. നെക്സ്റ്റ് വൺ ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം വിത്തിൻ വിച്ച് എ ബിസിനസ് ക്യാൻ മീറ്റ് കസ്റ്റമേഴ്സ് ഓർഡർ. അതായത് ആ വിത്തിൻ ടൈമിനുള്ളിൽ നമുക്ക് ഫാസ്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എത്തിച്ചു കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ദിസ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടൈം ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് ടൈം വിത്തിൻ വിച്ച് ഹി ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സ്. അവരെപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത്, അവർക്ക് എപ്പോഴാണോ എത്തുന്നത്, ഇതിനിടയിലുള്ള ആ ടൈം ഗ്യാപ്പാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ആ കസ്റ്റമേഴ്സിൻ്റെ മാറുന്ന നീഡ്സ് അനുസരിച്ച് നമ്മളത് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന്, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ആ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ നോക്കുന്നു എന്ന് നോക്കുന്നതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫെയർ ആണ്. എന്താണ്? ദ കോസ്റ്റ് ടുവേഴ്സ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ്സിന് ആ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റും, അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് കുറച്ച് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, അല്ലെ ഫെയർ പ്രൈസിൽ എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് നോക്കുന്നതാണ് ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 റിക്വയർമെൻറ്റ്സ്: ഫിറ്റ്നസ്, ഫുൾഫിൽമെൻറ്റ്, ഫാസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചേഞ്ച് മാനേജ്മെൻ്റ് ആണ്. ആ ഒരു പോർഷനോടെ കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട് എന്ന ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്